ഹായ് മക്കളെ, അങ്ങനെ ജെഇയുടെ സെഷൻ 2 റിസൾട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോ എന്തല്ല, ഈ സെഷൻ 2 റിസൾട്ടിൻ്റെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. അതായത് നല്ല റിസൾട്ടിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, സാറേ സെഷൻ 2 റിസൾട്ടും കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കെന്താണ് ഫുള്ള് ഡൗണായി, എൻ്റെ NIT അല്ല IIT ഡ്രീമൊന്നും നടക്കും തോന്നില്ല, എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫിഡൻസ് പോയ ഒരുപാട് മക്കളുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നമ്മളുടെ റിസൾട്ടിൻ്റെ ആഘോഷങ്ങൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മളെ ക്യാമ്പസിൽ വെച്ച് തന്നെ നടത്തും. ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എന്ത് ചെയ്യാം, കോൺഫിഡൻസ് പോയാൽ ജെയിന് റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ഡൗട്ട് അടിക്കുന്ന മക്കളോട് കുറച്ച് കഥകൾ പറയാം. ആദ്യത്തെ കഥ എന്ന് പറയുന്നത് നമ്മളുടെ അഫ്നാൻ കുന്നുമലാണ്. ആദ്യത്തെ കഥയിലെ നമ്മളുടെ നായകൻ അഫ്നാൻ നമ്മളെ റെസിഡൻഷ്യൽ സ്കൂള് പഠിക്കുന്നുണ്ടോ. ആൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു തലയൊക്കെ ഉണ്ട്. പക്ഷേ അവൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പഠിത്തത്തിനേക്കാൾ അവന് ബാക്കി കാര്യങ്ങളിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് ഭയങ്കര. അവനൊരു മാനേജ്മെൻറ്റ് ഗുരുവാന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നുന്നു. അതായത് ടൂർ ഓർഗനൈസ് ചെയ്യുക, ഫെയർവെൽ ഓർഗനൈസ് ചെയ്യുക, ഫുട്ബോളിൽ കാണാൻ പോകുക, അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും മുന്നിൽ ഇടയ്ക്കൊക്കെ നമ്മളെടാ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ പഠിക്കണം എന്നൊക്കെ. അഫ്നാൻ്റെ സെഷൻ 1 ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാര്യമായിട്ടൊന്നും കാണില്ല, ഞാനൊന്ന് അഫ്നാൻ ഒന്ന് മാറ്റി മൊത്തം ഒന്ന് ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ടുണ്ട്. സെഷൻ 1 അഫ്നാൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ? 34%. 34% സെഷൻ 1 വന്നത്. പക്ഷെ സെഷൻ 2 ആവുമ്പോൾ ഞങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവന് 95%ലേക്ക് എത്താൻ പറ്റും. 34 to 95. അപ്പം ആകെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഷൻ 1 റിസൾട്ട് വന്നപ്പോൾ അതുവരെ അവൻ കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ജയിക്കൊന്നും പ്രിപ്പയർ ചെയ്തിട്ടെന്ന് എനിക്ക് തോന്നില്ല. അവന് 30% വന്നപ്പോൾ ആകെ ഒന്ന് ഡൗണായി. അവൻ്റെ ഈഗോ അത് ഹേർട്ട് ചെയ്തു. അതിന് ശേഷമുള്ള ബോർഡ് എക്സാമിൻ്റെ ആ ഒരു സമയത്താണ് അവൻ മാക്സിമം പഠിച്ചത്. എന്നിട്ട് അവൻ എത്തിയതോ 95%. 34-നും 90 ഏകദേശം ഒരു 2 മാസം സീരിയസ് ആയിട്ട് അവൻ പഠിച്ചിട്ടുണ്ടാവും. ഇത് അഫ്നാൻ്റെ മാത്രം കഥയല്ല കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നമ്മളെ എഡ്മിൽ തോമസ് അല്ല തോമൻസ് ആണ് കേട്ടോ. എഡ്മിൽ തോമൻസ് ഉണ്ട്. അവൻ്റെ സെഷൻ 1 പെർസെൻറ്റേജ് എത്രയായിരുന്നോ? 18% അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, അവൻ സെഷൻ 2 എത്തുമ്പോൾ 94% എത്തിയത്. ഓക്കെ, ഇനി നിങ്ങൾ പറടാ, നിങ്ങളെ പെർസെൻറ്റേജിലേക്ക് എത്രയാ? ചില ആൾക്കാർക്ക് 68 ആയിരിക്കും, ചില ആൾക്ക് 80 ആയിരിക്കും, ചില ആൾക്ക് എന്തായിരിക്കും 55 ഒക്കെ ആയിരിക്കും. അതൊന്നും ഈ 18%-യേക്കാൾ കുറവല്ലല്ലോ. ഏകദേശം എന്താണ്, ഒരു സെഷൻ അടുത്ത സെഷനിലേക്ക് ആകുമ്പോഴാണ് എഡ്മിലിനും അതേപോലെ തന്നെ അഫ്നാനൊക്കെ ഇത്രയും വലിയ ജമ്പ് നടത്തിയത്. അതായത് ശരിക്ക് സീരിയസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ, അല്ലെ കോൺകർ ചെയ്യാവുന്നതേ ഉള്ളൂ ജെയ് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ജെയ് ഇപ്പം പ്രത്യേകിച്ച് ജെയ്സ് മെയിൻസ് ഭയങ്കരമായിട്ട് നീറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ഒരു വർഷം നിങ്ങൾ അഫ്നാനും അതേപോലെ എഡ്മിനൊക്കെ കഴിഞ്ഞ 2 മാസം പഠിച്ചതിൻ്റെ അതേ എഫേർട്ടോട് കൂടി, അതേ സീരിയസ്നെസ്സോടെ, അതേ ഡിറ്റർമിനേഷനോട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താ, നിങ്ങൾ സ്വപ്നം കണ്ടതൊന്നും വെറുതെ ആവില്ല. NIT അല്ലെങ്കിൽ IIT ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത്ര മാത്രമേ എന്തുള്ളൂ, ജെഇ ഒക്കെ ഉള്ളൂ. ആൻഡ് ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത്, നിങ്ങൾക്ക് സിനാൻ ഓൾറെഡി അറിയായിരിക്കും. കഴിഞ്ഞ നമ്മളെ ജെഇ സെഷൻ 1 റിസൾട്ടിൽ സിനാനെ ഞാൻ ലൈവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഇവൻ്റെ ഫ്ലെക്സ് ഒക്കെ കാണാൻ പറ്റുമായിരിക്കും. ഈ സിനാൻ്റെ കേസിൽ സിനാൻ നമ്മളെ ജെഇ ബാച്ച് സ്റ്റുഡൻ്റ് അല്ല. സിനാൻ വരുന്നത് നമ്മളെ റെസിഡൻഷ്യൽ സ്കൂൾ നീറ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ്. അവന് കഴിഞ്ഞ തവണ 97 ഉള്ളത് ഇപ്പോൾ അത് 98.90 ആയിട്ടുണ്ട്. എന്ന് മാത്രമല്ല അവന് ഫിസിക്സിലില്ലേ 100%. ഫിസിക്സിൽ ഞാൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഫിസിക്സിൽ 100 ഫുൾ ക്വസ്റ്റ്യൻ അവൻ ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ഒരൊറ്റ ക്വസ്റ്റ്യനെ തെറ്റിയിട്ടുള്ളൂ. 99.93%. പ്രത്യേകം മനസ്സിലാക്കുക, സിനാൻ എന്തല്ല, നമ്മുടെ ജെഇ ബാച്ച് സ്റ്റുഡൻ്റ് അല്ല. നീറ്റിന് വേണ്ടിയിട്ടാണ് അവൻ പഠിച്ചിട്ടുള്ളൂ. ആ നീറ്റിന് വേണ്ടിയിട്ട് പക്ഷേ നീറ്റിന് വേണ്ടി അവൻ സീരിയസ് ആയി പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇത്തവണത്തെ നമ്മുടെ നീറ്റ് റിസൾട്ട് ഉണ്ടാകുമ്പോൾ എജ്യൂപോർട്ടിൻ്റെ ഒരു ടോപ്പ് റാങ്കിൽ ഒരാൾ എന്തായിരിക്കും, സിനാൻ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്സിലെ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് കെമിസ്ട്രിയിൽ ഒരൊറ്റ ക്വസ്റ്റ്യനെ തെറ്റിയിട്ട് മാത്സിൽ 1-2 ക്വസ്റ്റ്യൻ അവൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇത്ര മാത്രമേ എന്തുള്ളൂ ജെയുള്ളൂ. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ളത് എന്തല്ല, ജെയ് മെയിൻസിന് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. ആകെ വേണ്ടത് എന്താ, കോൺഫിഡൻറ്റോട് കൂടി വാശിയോടെ പഠിക്കുക. അങ്ങനെ വാശിയോടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ജെയ് കിട്ടും. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്
ഒരറ്റംപ്റ്റും കൂടെ ചെയ്യണം വേണ്ടി. കാരണം ലൈഫ് മാറും. അതായത് നിങ്ങളെ മുന്നിൽ ഈ ഒരറ്റംപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നമാണ്, രണ്ടാമത് നിങ്ങളെ വിലപ്പെട്ട ഒരു വർഷം പോകുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ വിലപ്പെട്ട ഒരു വർഷം. അതിന് മുന്നേ എന്ത് ചെയ്യാം, ഞാൻ ഈ ജെഇയുടെ ആ ഒരു എന്താ പറയുക, ഞാൻ പലപ്പോഴും പറയുന്ന എന്താ പറയുക, ആ മരം വെട്ടുകാരൻ്റെ എക്സാമ്പിൾസൊക്കെ ഞാൻ പറഞ്ഞത്. അതായത് ഒരു മരം വെട്ടുകാരൻ ഇങ്ങനെ എന്ത് ചെയ്യും, ഞാഞ്ഞ് വെട്ടും അല്ലേ, ഞാൻ ഏറ്റവും അവസാനം ഏതോ ഒരു വെട്ടിനെന്താണ്, മരം 2ആയി പിളർന്നു പോവും. ആരെങ്കിലും അയാളോട് നിങ്ങൾ അവസാനത്തെ വെട്ട് കിടിലനായിരുന്നു, അതുകൊണ്ടാണ് മരം പിളർന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സമ്മതിക്കും? ഇല്ലല്ലേ. അതായത് ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ അതിൻ്റെ തുടക്കം മുതൽ ഞാഞ്ഞ് വെട്ടിയതിൻ്റെ ഫലം മാത്രമാണ് എന്തുള്ളത് അവസാനം വന്നിരിക്കും. അപ്പം നിങ്ങളെ പലരും എന്തായിരിക്കും കഴിഞ്ഞ കുറേ കാലമായിട്ട് ജെയ്ക്ക് വേണ്ടി സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ചില ആൾക്കാരൊക്കെ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. മക്കൾ, അടുത്ത ഒരു വർഷം നിങ്ങൾ എന്താണ് ആ മരം വെട്ടുകാരൻ്റെ അതേ നിശ്ചയദാർഢ്യം, അതായത് ഒറ്റ വെട്ടിന് ഇതൊന്നും നടക്കും തോന്നില്ല, അയാൾ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ. പക്ഷേ ആ ഒരു പ്രോഗ്രസ് എത്തും. അവസാനം എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ, അതിനുവേണ്ടി അടുത്ത ഒരു വർഷം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ജെഇ എന്നുള്ള മരം എന്താ ഉറപ്പായിട്ടും കടപൊഴുകി വീഴും. നിങ്ങൾ അതേപോലെ വെട്ടിക്കൊണ്ടേ ഇരുന്നാൽ മതി. ആൻഡ് ലാസ്റ്റ് പറഞ്ഞ 2 കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ. എനിക്ക് ഉറപ്പാണ് അതായത് നിങ്ങളൊരു ഓഫ്ലൈനിലായിട്ടാണ് ജെഇ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, എവിടെയാണെങ്കിലും ഓൾമോസ്റ്റ് എന്താണ് ഇതിൻ്റെ കട്ടിയില്ല കേട്ടോ, ഒരു 1.25 ലക്ഷം രൂപ എന്താണ് നിങ്ങൾക്ക് സ്പെൻഡ് ആവും. അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട ഒരു വർഷം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ കീമിന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചേർന്ന് ഏതെങ്കിലും കോളേജ് കയറാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജെഇ എഴുതിയിട്ട് NITയിൽ കയറുകയാണെങ്കിൽ, NIT ഒരു CS ഒക്കെ കിട്ടുകയാണെങ്കിൽ, അന്നത്തെ പൈസ എനിക്കറിയില്ല, 4 വർഷത്തിന് 5 വർഷത്തിന് ശേഷമുള്ള കഥയാണ്. പക്ഷേ ഇന്നത്തെ രീതിയിൽ എന്താ, മിനിമം നിങ്ങൾക്കൊരു ആവറേജ് ഒരു മാസം ഒരു 1 ലക്ഷം രൂപയ്ക്ക് എന്തായാലും സാലറി, ഏറ്റവും മിനിമം 1.25 ഇപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ മാസം 1 ലക്ഷം രൂപ 4 കൊല്ലത്തിന് ശേഷം കിട്ടും. നിങ്ങളൊന്ന് പാരൻസിനോട് ചോദിച്ചാൽ അതൊരു നല്ല ഡീലല്ലേ എന്നുള്ളത്. ഉറപ്പായിട്ടും നല്ല ഡീലാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ കഴിഞ്ഞ് 4th ഇയർ കഴിഞ്ഞിട്ട് ഇനി അടുത്ത് എന്ത് ചെയ്യുക, വല്ല ഡാറ്റാ സയൻസ് പഠിക്കുക, അല്ലെ AI പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെയും 1-2 വർഷം എന്ത് പഠിക്കണം എന്നൊക്കെ ആലോചിച്ചല്ലേ, ചെറിയ ജോലിക്ക് കയറുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഒരു വർഷം ഇപ്പം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് NITന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റോടുകൂടി നിങ്ങൾ പാസ്സാകുന്നത്. ഇത് NITൻ്റെ കഥ മാത്രമേ ഞാൻ പറഞ്ഞിട്ട്, IIT ആണെങ്കിൽ ഒക്കെ എന്താണ് ഇതിനേക്കാൾ കൂടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ 2 മാസത്തെ പഠനം കൊണ്ട് അഫ്നാൻ്റെയും എഡ്മിലിൻ്റെയും ജീവിതം തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട് അല്ലേ. 34-ൽ നിന്നും 95-ലേക്കും 18-ൽ നിന്നും 94 പോയിന്റ് സംതിങ്ങിലേക്കും എത്തിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ അടുത്ത ഒരു വർഷം എല്ലാം മറന്ന് ഇതിനു വേണ്ടി മാത്രം നിങ്ങളെ സമയം നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, തോറ്റ് പിന്മാറരുത്. നിങ്ങളൊരു എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ചതാണ്, നിങ്ങൾ NITയിലോ IITയിലോ പഠിക്കാൻ സ്വപ്നം കണ്ട ആൾക്കാരാണ്. ഉറപ്പായിട്ടും എന്താ അടുത്തൊരു വർഷം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ആ ഒരൊറ്റ കാര്യം, ആ ഒരു ഉറപ്പ് തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. ബാക്കിയൊക്കെ എന്താണ് റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ പിന്നെ വരും. അതുകൊണ്ട് എന്താ തളരരുത് മക്കളെ. നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും ഈ യാത്രയിൽ ഒന്ന് വീണു പോയേക്കാം, പക്ഷെ അവിടെ കിടന്നു പോകരുത്. എത്രയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും നടന്നു തുടങ്ങണം. വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാരല്ലേ നിങ്ങൾ, ഉറപ്പായിട്ട് അത് നേടിയെടുക്കാൻ പറ്റണം. ശരി.